എന്താ മുത്തശ്ശ ഇവിടെ ഇരിക്കുന്നത്? ഗംഗ ഇങ്ങോട്ട് വന്നായിരുന്നോ? ഇവിടെ വന്നില്ലല്ലോ. ഇന്നലെ മുതൽ കണ്ടില്ല. അതുകൊണ്ടാ മുത്തശ്ശനെ കാണാൻ വന്നോന്ന് ചോദിച്ചത്. അവളെ വീട്ടിൽ നീ അന്വേഷിച്ചായിരുന്നോ? അവളുടെ വീട്ടിലും പോയിട്ടില്ല. അവിടെയും പോയിരുന്നോ? ഞാനും ആ ചെറുക്കനെ നോയിക്കൊണ്ടിരിക്കുക. അവൻ പോയിട്ട് എത്ര നേരമായി? ഇതുവരെ അവൻ ഇവിടെ എത്തിയിട്ടില്ല. നമുക്ക് മുത്തശ്ശന്റെ വീട്ടിലേക്ക് പോവാം. ഏതുവരെയായി നിങ്ങളുടെ രണ്ടുപേരുടെയും പ്രേമം? എപ്പോഴാ കല്യാണം? കല്യാണോ? ഇവനെയോ? എനിക്ക് എന്താടി കുഴപ്പം? എല്ലാം കുഴപ്പം. മുത്തശ്ശ ഒന്ന് മൂള്, ഞാൻ മുത്തശ്ശനെ തന്നെ കല്യാണം കഴിക്കാം. മുതുങ്ങനെന്നോ? കണ്ടില്ലേ, ഈ മസിൽ ഒന്ന് നോക്ക്. മുത്തശ്ശ, മുത്തശ്ശന്റെ ബോഡി ഒന്ന് കാണിക്കാമോ? കണ്ടില്ലേ കണ്ടില്ലേ, ഈ കട്ടിങ്സ് എങ്ങനെയുണ്ടെന്ന് ഒന്ന് നോക്ക്. മുത്തശ്ശ, ഈ താടിയും വളരെ നന്നായിട്ടുണ്ട്. അടിപൊളിയാട്ടോ. നിന്നെ കൊണ്ട് ഒരു പ്രയോജനമില്ല. ഏയ്, നീ പിണങ്ങി എന്റെ അടുത്ത? ഇത്ര ചെറിയ കാര്യത്തിൽ പിണങ്ങണം? മുത്തശ്ശൻ എന്തിനാ വീട്ടിലേക്ക് വന്നത്? മുത്തശ്ശന്റെ കണ്ണെന്താ ഇങ്ങനെ ചുവന്നിരിക്കുന്നത്? മുത്തശ്ശൻ ഇങ്ങനെ നോക്കുമ്പോ എനിക്ക് പേടിയാവുന്നു. ഗംഗേ, ഗംഗേ, എന്താ കൊച്ചമ്മേ? നാട്ടുവിശേഷങ്ങൾക്കൊന്ന് പറ. ഓ, എന്ത് വിശേഷ കൊച്ചമ്മേ? എന്നുവെച്ചാ നാട്ടില് വിശേഷങ്ങളൊന്നും ഇല്ലെന്നാണോ? എന്ത് പ്രത്യേകിച്ച്? നമ്മുടെ മേലെടുത്ത കേശവൻ നായരില്ലേ, അദ്ദേഹം ഇപ്പൊ ഒരു പെണ്ണ് കിട്ടി. മോളുടെ അത്ര പ്രായം പോലും ഇല്ല പെൺകുട്ടിക്ക്. കല്യാണം കഴിഞ്ഞ് വന്നതിന്റെ പിറ്റേന്ന് 100 പവന്റെ ആഭരണം എടുത്തോണ്ട് അവളുടെ ലവറുടെ കൂടെ അവൾ ഒളിച്ചോടി പോയി.
എന്നിട്ട് എന്നിട്ട് എന്താ പറയാ? കേശവൻ നായര് പോലീസ് കേസ് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ട്. പക്ഷെ പെണ്ണും പയ്യനും എങ്ങോട്ടാ പോയെന്ന് ആർക്കും അറിയില്ല. ഇപ്പൊ പൈസയും പോയി, കേശവൻ നായരുടെ പെണ്ണും പോയി. ഇപ്പൊ വേറെ കല്യാണാലോചന നടക്കുവോ? അങ്ങനെയാണോ? പക്ഷെ ഇപ്പൊ കെട്ടാൻ പോകുന്ന പെണ്ണിന് വലിയ സൗന്ദര്യമൊന്നും വേണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ പിന്നെ ഒളിച്ചോടി പോവില്ലല്ലോ. ഒരു പെണ്ണ് ഓടിപ്പോയ ശേഷം ആ കേശവൻ നായർക്ക് ബുദ്ധി വന്നേ. എന്റെ അമ്മേ, എനിക്കിനി ചിരിക്കാൻ വയ്യ. കൊച്ചമ്മേ കണ്ണടച്ചോ, ഞാൻ വെള്ളം ഒഴിക്കാൻ പോവാ. കൊച്ചമ്മേ, ഞാൻ പറയുന്ന വരെ കൊച്ചമ്മ കണ്ണു തുറക്കരുത്. ഇതെന്താ കുറേശ്ശെ കുറേശ്ശെ ഒഴിക്കുന്നേ? ഇത് താളിയലേ, അതുകൊണ്ടാ. ഗംഗേ, എനിക്ക് പേടിയാ. കൊച്ചമ്മേ കണ്ണു തുറക്കരുത്, കണ്ണി വീണ എരിയും പറഞ്ഞേക്കാം. നീ എന്താ ഇതൊക്കെ കുളിക്കുന്നതിന് മുമ്പ് പറയാഞ്ഞ? കൊച്ചമ്മേ കണ്ണടച്ചിരുന്നു, അതാ നല്ലത്. താനെന്താ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന? ഇതിനു മുമ്പ് താൻ പെമ്പിള്ളേരൊന്നും കണ്ടിട്ടില്ലേ? കണ്ടിട്ടുണ്ട്, പക്ഷേ ഇതുവരെ എന്റെ ഓർമ്മയിൽ ഒരിക്കലും ഇങ്ങനത്തെ ഒരു സുന്ദരിയെ ഞാൻ ഇതുവരെ കണ്ടിട്ടേയില്ല. താനെന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? ഈ കാര്യം എങ്ങനെ ജമീന്ദാർ അറിഞ്ഞാലുണ്ടല്ലോ. ഇദ്ദേഹം എന്നെ കെട്ടാൻ പോകുന്ന ഈ കാര്യം നിനക്ക് നേരത്തെ പറഞ്ഞൂടായിരുന്നോ? എന്തായാലും ഞങ്ങൾ ഇനി കട്ടൂർമ്പാവുന്നില്ല. വാടി, നമുക്ക് പോകാം, വാ. ഇവിടെ നിൽക്ക. ഏയ് വിവാഹം എന്നത് എല്ലാവർക്കും ഒരു ഉത്സവം പോലെയാണ്. അവരുടെ സന്തോഷങ്ങളെല്ലാം അവർക്ക്. പക്ഷെ എന്റെ ചിന്ത മുഴുവൻ ലക്ഷ്മിയെക്കുറിച്ചായിരുന്നു. ഈ നിമിഷത്തിന് വേണ്ടിയായിരുന്നു ഞാൻ ഇത്രയും കാലം കാത്തുകൊണ്ടിരുന്നത്. ലക്ഷ്മിയുടെ വരവിന് വേണ്ടി ഞാൻ കാത്തിരിക്കുകയായിരുന്നു. അവളെ സ്വന്തമാക്കി എൻ്റെ ആഗ്രഹങ്ങളെല്ലാം പൂർത്തീകരിക്കണമെന്ന് ഞാൻ കരുതി. ഹേയ്, എന്താ ഒന്ന് സംസാരിക്കില്ലേ? ലൈറ്റ് അണക്കണ്ടേ? എനിക്ക് ലൈറ്റ് ഉള്ളതാ ഇഷ്ടം. അയ്യോ, എനിക്ക് നാണാവും ലൈറ്റ് അണയ്ക്കുന്നേ. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ലൈറ്റ് ഉള്ളതാ ഇഷ്ടം. വേണ്ടെന്ന്. വേണ്ട, ഇതൊന്നും ചെയ്യാൻ എനിക്ക് കഴിയില്ല. നോക്ക്, ഇതിൽ ഒരു തെറ്റുമില്ല. തെറ്റോ ശരിയോ, പക്ഷെ ഇതൊന്നും ഞാൻ ചെയ്യില്ല. അത്രയ്ക്ക് ആഗ്രഹം എനിക്ക് ഇത്ര സുന്ദരിയായിട്ടുള്ള ഒരുത്തി വീട്ടിലുള്ളപ്പോ ഞാൻ എന്തിനാടി പുറത്തേക്ക് പോകേണ്ടത്? എനിക്ക് പേടിയാവുന്നു. രാത്രിയാവുമ്പോ നിങ്ങൾ എന്തൊക്കെയോ ചെയ്യുന്നുള്ള പേടിയാ. നീ എന്തിനാ പേടിക്കുന്നത്?
നമ്മൾ ചെയ്യുന്നത് അത്ര വലിയ തെറ്റൊന്നുമല്ല. ദാ നോക്ക്, നമുക്ക് കല്യാണം കഴിച്ച് തന്നിരിക്കുന്നതേ ഇതിനൊക്കെ വേണ്ടി തന്നെയാണ്. ശരീരത്തിന് ആഹാരം എന്തുമാത്രം ആവശ്യമുണ്ടോ അതുപോലെ തന്നെയാ ഇതും. ലോകത്തിൽ കിട്ടാത്ത എല്ലാ സുഖങ്ങളും നമുക്ക് ഇതിൽ നിന്ന് മാത്രമേ കിട്ടുകയുള്ളൂ. ഇതിന് ഞാൻ സമ്മതിക്കില്ല. സമ്മതിച്ചേ മതിയാകൂ.